ചെങ്ങൈമാരെപ്പോ ഒരു ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോഴേ നമ്മളുടെ ഒരു ഫാമിലി മെമ്പർ അതിഥിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു നല്ലൊരു വാച്ച് ഓൾറെഡി നമുക്ക് നമ്മളെ ജിൻഷാൻ ബ്രോന്റെ വാച്ച് നമ്മുടെ കയ്യിൽ കിടക്കുന്നുണ്ട്. ഒരു തോടിന്റെ പാലം, നല്ല മനോഹരമായിട്ടുള്ള തോടാട്ടാ. ഹായ് ചെങ്ങൈമാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്ന് ഓടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇന്നത്തെ പരിപാടി ഓട്ടോ ഓടലാണ്. ഇന്നത്തെ ദിവസം എങ്ങനെയാണ്, എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചെയ്യാൻ മറക്കരുത്. നമ്മൾ നല്ല നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പോലും ഒരുപാട് പേര് ലൈക്ക് ചെയ്യാത്തുണ്ട്. ഈ വീഡിയോനല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടെടുത്തതാണ്, നമ്മുടെ ആ ജോലിയൊക്കെ സ്വീപ്പാക്കി എടുത്തതാണ്. പക്ഷെ അതിനൊക്കെ വളരെയധികം ലൈക്ക് കുറവായിരുന്നു. അതുപോലെ തന്നെ ക്യാമ്പയിൻ വീഡിയോ പോവുകയാണെങ്കിൽ ലൈക്ക് വളരെയധികം കുറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലൈക്കൊക്കെ നമുക്ക് കിട്ടുന്ന പ്രോത്സാഹനമാണ്. അപ്പോൾ അത് കുറയുമ്പോഴേക്ക് നമുക്ക് പിന്നെ അത് ചെയ്യാനുള്ള എന്താ പറയുക, ചെയ്യണം എന്നുള്ള കാര്യം വരില്ല. നിങ്ങളുടെ ലൈക്ക്, നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വീണ്ടും അത് ചെയ്യാൻ തോന്നും. പിന്നെ അടുത്ത കണ്ടന്റ് ഞാൻ നല്ല ചെയ്യുമ്പോഴേക്ക് നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണേ. അതുപോലെ തന്നെ കമൻറ്റും, പിന്നെ കമൻറ്റ് ഞാൻ റീപ്ലൈ തരും. ചില ദിവസങ്ങളിൽ എനിക്ക് ഈ ഓട്ടത്തിന് തിരക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ മറന്ന് അങ്ങനെ പോയിട്ട് പിന്നെ അത് മറന്ന് പോക്കാണ്. സമയം കിട്ടാത്തതിൻ്റെ ഒരു കാരണം തന്നെയാണ് മെയിനായിട്ടുള്ളത്. കാരണം ഇതിൻ്റെ ഇടയിൽ കൂടെ ഓട്ടവും ജോലിയും ഒക്കെ ഇതൊക്കെ എല്ലാം പാടെയാണല്ലോ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ തന്നെ സമയം നോക്കി നിങ്ങൾ 9:30. ഞാൻ എപ്പോൾ എണീറ്റ് അറിയാം, 6:30 എണീറ്റതാണ്. 6:50 തുടങ്ങിയ എഡിറ്റിംഗ് ആണ്. ഈ നേരം വരെ എൻ്റെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടില്ല. ഇനിയും ഏതാണ്ട് 10-12 മിനിറ്റും കൂടി സെക്കൻഡ് റൗണ്ട് എഡിറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇനി ഞാൻ എഡിറ്റ് ചെയ്ത് പോകുമ്പോൾ 10 മണിയാകുമ്പോൾ വീട്ടിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഏതായാലും ചായ കുടിക്കാൻ രാവിലെ നേരത്തെ എണീറ്റുകൊണ്ട് മുട്ട റോസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ നൂൽപുട്ടുണ്ട്. ഇത് രണ്ടും കൂട്ടി കഴിച്ചിട്ട്, അതുപോലെ തന്നെ കട്ടൻ ചായ ഉണ്ട്. ഇതും കൂട്ടി കഴിച്ചിട്ട് ഞാൻ നൈസായിട്ട് മുഴുവനാക്കുമ്പോൾ 10 മണിയാകും. 10 മണിക്ക് ശേഷം നമുക്ക് ഓടാൻ വേണ്ടിയിട്ട് പറ്റുക. എന്തൊക്കെയായാലും അങ്ങനെ ഇല്ലാതാണ്. ഞാൻ ഉച്ച റെസ്റ്റിൽ വന്നിട്ട് എഡിറ്റ് ചെയ്യണം. അപ്പോൾ റെൻഡർ ചെയ്ത് അപ്പോഴേക്ക് പിന്നെ വൈകിട്ട് 4 മണിയൊക്കെ ആകുമ്പോൾ കൊടുന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീണ്ടും നമുക്ക് നേരം വരും. അതിനൊക്കെ നല്ല തന്നെ പൂർണ്ണമായിട്ട് എഡിറ്റ് ചെയ്ത് റെൻഡർ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് വരുമ്പോഴേക്ക് ഫുള്ളായിട്ട് ക്ലിയർ ആവും. അത് കോപ്പി ചെയ്തിട്ട് നേരെ ഭക്ഷണം കഴിച്ച് ഓടാൻ വേണ്ടിയിട്ട് പോയാൽ മതി. എല്ലാവരും പറയണ്ടേ എന്താ ചായക്കടി? മുട്ടേ ചില ഉണ്ടാക്കി പറയല്ലേ, ഉണ്ടാക്കി പറയല്ലേ. അപ്പോൾ അത് റെൻഡർ ചെയ്തിട്ടിങ്ങനെ സമയം 10:05. ചായ കുടീൻ്റെ ഒപ്പം തന്നെ ചെയ്തു. ഞാൻ പോയിട്ട് വരാം. ഓക്കെ. ഇത് ലാപ്ടോപ്പ് ഓഫാക്കാം കേട്ടോ. ഓളാക്കെ പഠിച്ചിക്കണേ. അത് കയറി കഴിഞ്ഞിട്ട് കേട്ടോ. പച്ച കയറി കഴിഞ്ഞിട്ട് കേട്ടോ. സ്റ്റാൻഡിൽ 1 കോടി വണ്ടികൾ, ഒരു ഗ്യാപ്പില്ല പറഞ്ഞാൽ നമ്മളൊരു 15ാമത്തെ വണ്ടിയോ അല്ലെങ്കിൽ 14, കാറിന് ഒഴിവാക്കിയ 14ാമത്തെ വണ്ടി ആയിട്ട് നമ്മൾ നിർത്തിക്കണം. 15ാമത്തെ ഗ്യാപ്പിലാണ്. ഇവിടെ ഇരുന്ന് നോക്കാം. രണ്ടേ കണ്ടോ കറക്റ്റ് 10:10 ഇടമ്പളത്തി 10:10 വിളിച്ചിട്ടുണ്ട്. പോയി നോക്കാം. ഫസ്റ്റ് ട്രിപ്പ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് 30 രൂപ കൊള്ളാം. 30 കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് തുടങ്ങണം നമ്മളുടെ ഇന്നത്തെ പയണം എന്ന് പറയുന്നത്. ഇവിടെ റോഡ് ബ്ലോക്കാണ്. പക്ഷെ നമ്മൾക്കാണെങ്കിൽ ഈ റൂട്ടിന് പോയാൽ നമ്മൾക്ക് ഈ ഒരു ട്രിപ്പ് പോകുന്നതിന് മുതലാവുള്ളൂ. ഇതിലെ പോകാൻ വേണ്ടി അയക്കാറില്ല. നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ചിലപ്പോൾ പോകാൻ വേണ്ടി പറ്റില്ല. 2 ഓട്ടോറിക്ഷ പോകും. 2 ഓട്ടോറിക്ഷ ഒരുമിച്ച് പോവാം. അപ്പം അവിടെ നിന്ന് ഓട്ടോറിക്ഷ വരുമ്പോൾ നമ്മൾ കയറിയാൽ മതി. തീർച്ചയല്ല. അടിപൊളി. അതായത് ഇവിടെ ഓഗുവാലത്തിന്റെ പണി നടക്കുക. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പൊതുവേ ഉള്ള മറ്റൊരു പ്രശ്നമാണിത്. ഇന്ന് എന്തൊക്കെ തരം നൂതന സാങ്കേതിക വിദ്യയിൽ നമ്മൾക്ക് ഈ ഒരു കോൺക്രീറ്റ് അല്ലെങ്കിൽ ഈ ഓവാലം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ എങ്കിൽ അതായത് നമുക്ക് എവിടെയെങ്കിലൊക്കെ വാർത്തിട്ടിട്ട് കൊണ്ടുവന്ന് ഇവിടെ വെക്കാം അല്ലെ, അതിനുള്ള സെറ്റപ്പ് വരെ ഉണ്ട്. പക്ഷെ എങ്കിൽ അത് ചെയ്യൂല. എന്നിട്ട് ഇവിടെ ഇട്ട് വാർക്കും, എന്നിട്ട് ഇത്തരത്തിൽ ബ്ലോക്ക് ഉണ്ടാക്കും. ഇതിങ്ങനെ ഇവിടെ ഇട്ട് വാർക്കുമ്പോഴേക്ക് 10-15 ദിവസം അത് ഉണങ്ങാൻ വേണ്ടി നിൽക്കണം, അത് സെറ്റ് ആവാൻ വേണ്ടി നിൽക്കണം. അങ്ങനെ ഇവിടുത്തെ ആളുകളൊക്കെ ബുദ്ധിമുട്ടിപ്പിച്ച്
റോഡൊക്കെ ടൈറ്റ് ആക്കിയിട്ട് ബസ്സുകാരൻ കണ്ടില്ല എമ്മ ചാരും നമ്മളെ എത്ര അടുത്ത് കൂടെ പോണത് കഴിഞ്ഞിട്ടാ. ആ മോനെ, ഇത് മിക്കവാറും എനിക്കിട്ട് പണി കിട്ടാൻ സാധ്യത ഉണ്ട്. ഞാനൊന്ന് പിടിച്ചേക്കാം. ഓക്കെ, ചെങ്ങൈമാലപ്പ രണ്ടാമത്തെ ട്രിപ്പ്. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 11:40 ആയിട്ടുണ്ട്. 60 രൂപയുടെ ട്രിപ്പാണ് കിട്ടിയത്. സമയം അങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് പൊക്കോണ്ടിരിക്കുക തന്നെയാണ്. ആണെങ്കിൽ അനക്കമല്ല, വണ്ടി തീരെ അനങ്ങുന്നില്ല. വളരെയധികം മോശമാണ് അന്നത്തെ ദിവസം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു എന്താ പറയാ, ഈ ഒരു ടൈം ആകുമ്പോഴേക്ക് നമ്മൾ ഇറങ്ങിയത് വെച്ച് നോക്കുമ്പോഴേക്കും ഒരു 2-3 ട്രിപ്പ്, 3-4 ട്രിപ്പൊക്കെ ആവേണ്ടതാണ്. ഊട്ടിക്കുളത്തനെ നമ്മളിങ്ങനെ പോണ പോക്കിലൊക്കെ നമുക്ക് ട്രിപ്പ് കിട്ടണം. അങ്ങനെയൊന്നും നമുക്ക് കിട്ടുന്നില്ല, മടക്കം കിട്ടുന്നില്ല, ഒന്നുമില്ല. പിന്നെ ആകെ 2 ട്രിപ്പ് എടുത്ത് ഈ ട്രിപ്പിൽ വല്ലതും കൂട്ടി കുളത്തില്ല നോക്കാം നമുക്ക്. ആഹാ, നമ്മള് ട്രിപ്പ് പോയി വന്നപ്പോഴേക്ക് സ്റ്റാൻഡിൽ വണ്ടികൾ കുറവാണ്. അപ്പോഴേക്ക് ആരവിടെ കയറ്റി ആ ഡോറൊന്ന് അടച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഹോണ് പോലും അടിച്ചില്ല കേട്ടോ. എനിക്കറിയാം അത് പോവാനുള്ള വണ്ടിയാണ്, നിർത്താനുള്ള വണ്ടിയല്ല. ബാക്കിൽ കാണുന്നത് സ്കൂള് കോളേജൊക്കെയാണ്. കിട്ടിയത് നാട്ടിലേക്ക് തന്നെ ആയിരുന്നു. അയ്യോ അയ്യോ, സമയം 12:15 കഴിഞ്ഞ് 12:20 ആവാറായി. മൂന്നാമത്തെ ട്രിപ്പ് 30 രൂപ. അങ്ങനെ നമ്മൾ 120 രൂപയ്ക്കാണ് ഓടിയിട്ടുള്ളത്. നല്ല ചൂടുണ്ട്, അടിച്ച പൊളിച്ച ചൂട്. ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഏതായാലും വെയിലും കിടക്കുകയാണ്. ആ ചേട്ടന് വേസ്റ്റ് ഒക്കെ, ഹരിതകർമ്മയുടെ വേസ്റ്റ്. ഓൻ നമുക്കൊന്ന് ചീത്തറിയാണ്. റോട്ടിൽ വേസ്റ്റ് ഇട്ട് പോവാ. കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ടി വരും മോനെ. അത് രാജാക്കാണ്, അത് ചീത്ത പറയാൻ പറ്റൂല. അത് ഞാൻ എന്റെ ഫ്രണ്ടാണ് എഴുതിയത്. അത് അപ്പുറത്തേക്ക് അടിച്ചു. എന്നാലും ചെറിയ രീതിയിലൊന്ന് പറഞ്ഞിരുന്നേ. അത് രാജാക്കി തന്നെ, സീനിയറാണ്. സീനിയർ നമ്മളാണ് ചീത്ത പറഞ്ഞാലേ സീനിയർ നമ്മളെ പറയും. അതിന് കരുത്. അപ്പൊ നമ്മൾ വല്ല സ്കൂട്ടാകുക, അപ്പുറത്തേക്ക് അടിക്കണം എന്നൊക്കെ പറഞ്ഞാട്ടെ. പിന്നെ അവിടെ കുറച്ച് കുട്ടിപ്പട്ടാളങ്ങൾ കച്ചവടം ചെയ്യുന്നുണ്ട്. അത് പിന്നെ ഓരെന്തായാലും അവിടെ തടയും, അത് ഉറപ്പാ. പിന്നെ ആയിട്ടില്ല ഓല കച്ചവടം തന്നെ ആട്ടിപ്പിടിച്ച ഒരു കസ്റ്റമേഴ്സിനെ ആയിട്ടില്ല. പക്ഷെ പോകുമ്പോ നമുക്കൊരു വെള്ളം കുടിച്ചിട്ട് പോവാം. അപ്പേക്കിന് ഒരു ഉണ്ടാവാം കേട്ടോ, മക്കളല്ല അവരെ. ഇപ്പൊ ഈ പറഞ്ഞ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകും. ചെങ്ങന്മാര് ഈ ഓവിന്റെ പണി ഞാൻ രാവിലെ പറഞ്ഞ് നിർത്തിയതാണ്. ഇതിലെ വൺ സൈഡ് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാല്, അതായത് ഞാനിപ്പോ റിട്ടേൺ അങ്ങോട്ട് പോരുവാണ്. വൺ സൈഡ് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാല് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് റിട്ടേൺ വിടുന്നില്ല. ഇങ്ങോട്ടേക്ക് റിട്ടേൺ വിട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് 100-300 മീറ്റർ കറങ്ങിയിട്ടോ അല്ലെങ്കിൽ പിന്നെ അതിലെ മണൽ മസ്റ്റാൻഡിലെ ബൈപ്പാസ് കൂടെ കയറിയിട്ടോ വേണം പോരാ. അപ്പോഴേക്ക് ഞങ്ങളിപ്പോ കൊണ്ടുപോയി വിടുന്നത് 1.5 കിലോമീറ്റർ അകലെ 30 രൂപയ്ക്കാണെങ്കിൽ പിന്നീട് ഞങ്ങൾക്ക് റിട്ടേൺ വരുമ്പോഴേക്ക് 1.5 കിലോമീറ്റർ കഴിഞ്ഞ് 2 കിലോമീറ്ററിന്റെ അടുത്തേക്ക് ദൂരം വരുവാണ്. അപ്പോഴേക്ക് നമുക്ക് 10 രൂപയുടെ ചാർജ് കൂടി കൂടുകയാണ്. അപ്പൊ ഇത് നമ്മൾ ഈ ഒരു ഭാഗത്തേക്കുള്ള യാത്രക്കാരോട് അത് പറയുമ്പോഴേക്ക് അവര് അതൊന്നുമില്ല, അങ്ങനൊന്നുമില്ല. അതായത് അവര് റിട്ടേൺ ഞങ്ങൾ പോരുമ്പോ ഞങ്ങളോട് ഇവര് പറയുന്നൊന്നും അവരറിയണില്ലല്ലോ. പക്ഷെ നമ്മൾ നമ്മുടെ കാര്യം പറയുമ്പോഴേക്ക് എന്താ പറയാ, അവരത് വേറെ മൈൻഡിലെടുക്കണം. എന്തൊക്കെയായാലും ഞാനൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരാം. ഈ വണ്ടി കുറവുണ്ട്, പക്ഷേങ്കിൽ സമയം 1 മണിയായി. ഞാൻ രാവിലെ നമ്മൾ 2 നൂൽപുട്ട് മാത്രമല്ലേ കഴിച്ചുള്ളൂ, പിന്നെ ഒന്നും കഴിച്ചില്ല. നല്ല വിശപ്പുണ്ട്. ഞാൻ ഹോട്ടലിൽ പോയില്ലല്ലോ, ഞാൻ മനപ്പുറം പോവാന്ന്. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ പോയി കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് നേരത്തെ ഇറങ്ങാം, ഭക്ഷണം കഴിക്കാൻ ഇറങ്ങാം. ഒരു ചെറിയൊരു സാമ്പാറുണ്ട്, അതിലേക്ക് ഇതെന്താ മീനിന്റെ പേര്? മൈ ഫേവറേറ്റ് മീനാണ് കേട്ടോ. ചരിയില ടി വിക്ക് നോക്കി ചോറ് തിന്നാതെ അങ്ങനെ കണ്ടിട്ടിരുന്ന കേട്ടോ. മുട്ട കഴിഞ്ഞുണ്ടോ? മുട്ട കഴിഞ്ഞോ? അപ്പൊ രാവിലെ ഒന്ന് ഉച്ചക്കൊന്ന് അരമണിക്കൂർ കൊണ്ട് ഭക്ഷണം കഴിക്കൽ കാര്യമൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങുവാണ്. ഇപ്പോൾ സമയം 1:30 ആയിട്ടോ, 1:30 ആയിട്ടുള്ളൂ. ഇത് നട്ടുച്ചയ്ക്കാണ് ഇറങ്ങുന്നത്. റിസ്ക് ആണ് ഈ നേരത്തെ നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് ദിവസമായില്ല ഓടിയിട്ട്, മര്യാദയ്ക്ക് ഓടിയിട്ട് കുറച്ച് ദിവസമായി. ഒരു അരമണിക്കൂറിനുള്ളിൽ ഒരു 50 രൂപ കിട്ടിയേക്കണ്ടാ. പക്ഷെങ്കിൽ ചൂട് സഹിക്കാൻ വേണ്ടി പറ്റില്ല ഈ നേരത്ത്. അതാണ് സംഭവം. കാരണം വണ്ടി കുറവുണ്ട്. വണ്ടി കുറയാൻ കാരണം അതാണ്.
ഞാനും സാധാരണ എന്നും ഈ ഒരു നേരത്തെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നതാണ്. വീട്ടിലായിരിക്കും. ചെങ്ങൈമാർ ഒരു ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോഴേ നമ്മളുടെ ഒരു ഫാമിലി മെമ്പർ അതിഥിയായിട്ട് വന്നിട്ടുണ്ട്. ബാബുട്ടൻ കോട്ടക്കൽ നിന്ന് വന്നതാണ്. കോട്ടക്കൽ എവിടെയാന്ന് പറഞ്ഞാൽ രണ്ടത്താണി. രണ്ടത്താണി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. നട്ടുച്ച നേരമാണ്. ഇപ്പൊ സമയം എന്ന് പറയുമ്പോൾ 2:20 വെള്ളം കുടിച്ചെന്ന് ചോദിച്ചു. ശരിക്കും ഭക്ഷണം കഴിച്ചെന്നാണ് ചോദിക്കേണ്ടിരുന്നത്. പക്ഷെ ഞാനിപ്പോഴത്തെ ചൂടുകൊണ്ടേ വെള്ളം കുടിച്ചെന്ന് ചോദിച്ചു. പക്ഷെ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞു അല്ലേ. ആൾക്ക് എന്തോ ഒരു ചാനലുണ്ട്. എന്താ ബാബു കോട്ടക്കല്ലോ? ബാബു കോട്ടക്കൽ. എന്താ കണ്ടന്റ് എന്താ? നമ്മളെ പരിപാടിയാണ്. അപ്പൊ എല്ലാരും ആ ചാനലൊന്ന് കയറി നോക്കുക. ഞാൻ നോക്കണം, നോക്കിയിട്ടില്ല. എന്നിട്ട് എന്തൊക്കെ സുഖം? വീഡിയോ ഒക്കെ അടിപൊളിയാണ്. നാട്ടിൽ എന്താ വർക്ക് പറഞ്ഞ? ആശാരിപ്പണിയാണ്. ആള് ബസ്സിന് പോകുന്നതാണ്. എന്താണ് വണ്ടി പോകുന്നുണ്ട്, അതിന്റെ ഇടയിൽ കൂടെ വണ്ടി തറയണം. മഞ്ചേരിയിൽ നിന്ന് ഇങ്ങനെ കോട്ടയൊക്കെ കിട്ടിയില്ല. ഏതായാലും വളരെ സന്തോഷമുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിട്ട് വരുമെന്ന് പറയുമ്പോഴേക്ക് വലിയ സന്തോഷമാണ്. കാരണം നമ്മുടെ വീഡിയോ കണ്ടിട്ടാണല്ലോ. തീർച്ചയായിട്ടും ഞാനും വരണ്ട അതിലേക്ക് ഒരു ദിവസം. ക്യാമ്പിങ് അല്ലേ? ക്യാമ്പിങ് നമുക്ക് ഇനിയും ചെയ്യണേ. ഷറടിച്ചു. അപ്പൊ വെള്ളമൊന്നും വേണ്ട. കഴിച്ചു അല്ലേ? എന്താ കഴിച്ചേ? ഇവിടെ കണ്ടൂന്ന് കഴിച്ച? അപ്പൊ ആള് ഭക്ഷണം കഴിച്ച് ആളെ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോവും. വന്നപ്പോ ഒന്ന് കാണിക്കാൻ എഴുതി. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചാനൽ ചെക്ക് ചെയ്യാം എല്ലാവരും. ഞാൻ തന്നെ ചെക്ക് ചെയ്യാം കേട്ടോ. നമ്മളുടെ ബാബുവേട്ടൻ അവിടെ എപ്പോഴും നമ്മളെ വെയിറ്റിങ്ങിലാണ് കേട്ടോ. കാരണം ഞാൻ മുന്നിലേക്ക് എത്തി തള്ളി. അപ്പൊ ഞാനിപ്പോ ഇടയ്ക്ക് ലോക്കൽ വന്നൊരു പീഡിയേക്കാണ്. ഈ പീഡിയ കച്ചവടം അതുമായിട്ട് ബന്ധപ്പെട്ട് സാധനം കൊണ്ടുപോകുന്നവര് എല്ലാവരും അല്ല കേട്ടോ പറയുന്നത്. ഇപ്പൊ ഞാൻ വന്നിട്ടുള്ള ഈ പോയിന്റ് 3.3 കിലോമീറ്റർ ആണ്. കറക്റ്റ് 70 രൂപ ചാർജാണ്. അപ്പൊ മൂപ്പരെ ചാക്കുണ്ട് വണ്ടിയിൽ. അപ്പൊ ഞാൻ എടുത്ത് വെച്ച് കൊടുത്തു. അപ്പൊ മൂപ്പരനോട് പറയാ 100 റുപ്യ എന്നിട്ട് 60 കൊടുക്കല് 70 എടുത്തു പറഞ്ഞു. അപ്പൊ ഞാൻ തന്നെ ആയിക്കോട്ടെ ഓക്കെ എന്നും പറഞ്ഞു. തീർത്താന്നിട്ട് കാര്യമില്ല. അത് ഒരു അംഗീകരിച്ച് തരേയില്ല. കാരണം ഇവരൊക്കെ സ്ഥിരമായിട്ട് വിളിക്കുന്ന വണ്ടി ഉണ്ടാവും. അവരൊക്കെ 60 വാങ്ങണ്ടല്ലോ, 10 രൂപ. അവർക്ക് സ്ഥിരം ട്രിപ്പ് ഇത് മാത്രമല്ല, അവരല്ലാത്ത ട്രിപ്പൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ടാവും. അപ്പൊ പിന്നെ നമ്മളിന്നും അങ്ങനെ കിട്ടണമെന്ന് ഇവരെ കരുതും. അല്ലെങ്കിൽ ഇവർ തെറ്റിദ്ധരിക്കപ്പെട്ടു തുടക്കം മുതലേ ഇവർക്ക് ഇത്ര ചാർജ് ഉള്ളൂ എന്നുള്ളത്. അതിലെന്തോ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്തൊക്കെയാലും അത് പോട്ടെ. 70 റുപ്യ ട്രിപ്പാണ് നമ്മൾ പോകുന്നത്. ബാബുവേട്ടൻ അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ്. ബാബുവേട്ടനെ നമ്മളധികം വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് ഇപ്പൊ സമയം 2:40 മുക്കാലിന് നമ്മൾ വണ്ടൂർ ടൗണിൽ ബാബുവേട്ടൻ്റെ അടുത്ത് എത്തിയിരിക്കണം. അതിനധികം സ്പീഡിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. 3 കിലോമീറ്റർ അല്ലേ, റോഡല്ല ഫ്രീയാ. അപ്പൊ ഞാൻ വന്നപ്പോഴും ബാബുവേട്ടൻ ഉണ്ട് ഇവിടെ, പോയിട്ടില്ല. ഞാൻ കരുതി അവിടേക്ക് ഞാൻ ഫസ്റ്റ് നോക്കിയാൽ അവിടെ അല്ലായിരുന്നു കരുതത്. അങ്ങോട്ട് മാറിയതാണല്ലേ. ഏതായാലും ഓക്കെ. അപ്പൊ ബാബുവേട്ടൻ പോവുകയാണോ പറഞ്ഞു. പിന്നെ ഇപ്പൊ ഇവിടുന്ന് കോട്ടയ്ക്ക് എത്തണം. ഇനിയിപ്പോ ഇവിടെ വല്ല വന്നിട്ടും കാര്യമൊന്നുമില്ല. വന്ന കാര്യം സക്സസ് ആയല്ലോ. എന്നാലും എന്നെ ഒന്ന് വിളിക്കാതെ ഞാനിവിടെ ഉണ്ടാവോ ഇല്ലേ? ക്യാമ്പിങ്ങിന് എങ്ങാനും പോയാലോ എന്തെങ്കിലുമൊക്കെ പരിപാടിക്കാൻ തിരിഞ്ഞാണെങ്കിൽ കാണാൻ വേണ്ടി പറ്റുമോ? എന്റെ നമ്പർ പോലും ആളുടെ കയ്യിലില്ല. ഞാൻ ഇപ്പൊ നമ്പർ ഇപ്പോൾ കൊടുക്കുമ്പോഴാണ് ആളെ നമ്പർ വാങ്ങിക്കുന്നത്. ഒരു 100 രൂപയുടെ ട്രിപ്പ് കിട്ടിയിട്ടാ. 100 രൂപയുടെ ട്രിപ്പ്. അപ്പൊ നമ്മളിപ്പോ എത്ര രൂപയ്ക്ക് ഓടി? 240, 320, 420 റുപ്യക്ക് നമ്മൾ ഓടിയിട്ടാ. 420 രൂപയ്ക്ക് നമ്മൾ ഓടി നിൽക്കുവാണ്. അപ്പൊ സമയം എന്ന് പറയുന്നത് 3:25 ആയിട്ടുണ്ട്. നമ്മൾ ബാബുവേട്ടനെ പോവാണെന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങാന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഈ ട്രിപ്പ് എടുത്ത് പോരുന്ന നേരം വരെ ബാബുവേട്ടൻ വണ്ടിയിലുണ്ടായിരുന്നു. പിന്നെ ബാബുവേട്ടനോട് ഞാൻ പറഞ്ഞു ഇത് കുറച്ച് നേരം വഴുകുന്ന ട്രിപ്പാണ്. ഒരു 100 രൂപ ട്രിപ്പ് എന്ന് പറയുമ്പോൾ 4.5 കിലോമീറ്റർ പോയി വരട്ടെ. അപ്പൊ പോയിക്കോളി. ഇനിയിപ്പോ നേരം വഴുകണ്ട. ഇപ്പൊ തന്നെ ഇത്രയും സമയമായില്ലേ. ഇനിയിപ്പോ അവിടെ കോട്ടക്കൽ വരെ എത്തും വേണം. പിന്നെ എന്തൊക്കെയാ എല്ലാവരും മനുഷ്യനൊരു പാവപ്പെട്ട തങ്കപ്പെട്ടൊരു മനുഷ്യനാണ്. കാസിയോടെ വാച്ച് ഇത് ബാബുവേട്ടൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ടൈമൊന്ന് റെഡിയാക്കാണ്ട് എന്താ പറയാ, ഇതിന്റെ വാറന്റി കാർഡ് അടക്കമാണ് ആള് കൊണ്ടുവന്നിട്ടുള്ളത്. വാറന്റി കാർഡ് അടക്കമാണ് ആള് കൊണ്ടുവന്നിട്ടുള്ളത്. എന്താ പറയാ, വാറന്റി കാർഡ് ദുബായ്. ഓ ദുബായ്. ഇത് ഇവിടെ എവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടാവാം. നമ്മളെന്തായാലും ഇപ്പൊ ഇതിന്റെ വാറന്റി അല്ലല്ലോ നമ്മളുടെ. പക്ഷെ അദ്ദേഹം അതും കൂടി കൊണ്ടാ വന്നിട്ടുള്ളതെന്ന് പറയാം. ഒരു നല്ലൊരു വാച്ച് ഓൾറെഡി നമുക്ക് നമ്മളെ ജിൻഷാൻ ബ്രോന്റെ വാച്ച് നമ്മുടെ കയ്യിൽ കിടക്കുന്നുണ്ട്. ഇത് നമ്മളുടെ ബാബുവേട്ടൻ്റെ വാച്ച്, ബാബുവേട്ടൻ തന്ന വാച്ച്.
എൻ്റെ ഇതെന്താ പ്രൈസ് ടാഗാ. പിന്നെ കാസിയോ ഒരു ജാപ്പനീസ് കമ്പനിയാണ്. ഈ വാച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കാസിയോ കമ്പനിയെ കുറിച്ച്. എനിക്ക് വാച്ചുകളുടെ കമ്പനിയെ വണ്ടികളുടെ ശബ്ദം വാച്ചുകളുടെ കമ്പനിയെ കുറിച്ചും വലിയ ഐഡിയ ഉള്ള ആളൊന്നല്ല ഞാൻ. പക്ഷെ ഇതൊക്കെ പിന്നെ നമ്മൾ പണ്ടേ ചെറുപ്പം തൊട്ടേ കേട്ട് അറിയാവുന്ന ഒരു കമ്പനിയാവും. അതിമനോഹരം. ഇതൊന്ന് കെട്ടി നോക്കിയാലോ? ഇതൊന്ന് കെട്ടി നോക്കാലോ? എന്താണ് എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ആഹാ, കൊള്ളാമാ, അടിപൊളി അല്ലേ? ആ ചാത്തല്ലൂരിന്നോ? ആ, ഒരു 80 ട്രിപ്പും കൂടി പോകാവുന്നതാണ്. നമ്മൾ നേരത്തെ 100 ട്രിപ്പ് പോകുന്ന അതേ ഏരിയയിലേക്ക് തന്നെ പോന്നിട്ടുള്ളത്. 2 സൈഡ് കഴുങ്ങും തെങ്ങും ഒക്കെ ആയിട്ട് അങ്ങനെ കിടക്കുന്ന അതിമനോഹരമായിട്ടുള്ള സ്ഥലം. ഈ സ്ഥലത്തിന്റെ പേരാണ് കോട്ടക്കുന്ന്. ഇത് വേറെ കോട്ടക്കുന്ന്, മലപ്പുറം കോട്ടക്കുന്നല്ല, വണ്ടൂർ കോട്ടക്കുന്ന്. ആ 80 ട്രിപ്പ് കഴിഞ്ഞിട്ടേ ഒരു ട്രിപ്പ് കിട്ടിയതാണ്. ഞാൻ ഇപ്പം നിൽക്കുന്നത് ആ 80 ട്രിപ്പ് കഴിഞ്ഞോടത്ത് നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് ഒരു എന്താ പറയാ, എന്താ ഒരു 10 കിലോമീറ്റർ ആകല. 10 കിലോമീറ്റർ അല്ല ശരിക്ക്. മോനെ വഴി വമ്പം വഴിയാണല്ലോ മൂപ്പര് പറയുന്നത്. നല്ല ഇറക്കാട്ട് നോക്കി പോയിക്കോട്ടെ. 10 കിലോമീറ്റർ അല്ല ശരിക്കും വരിക. പക്ഷെങ്കിൽ എനിക്ക് മടക്കം കുറച്ച് ദൂരം കൂട്ടേണ്ടതായിട്ടുണ്ടായിരുന്നു. ആഹാ, അതിമനോഹരമായിട്ടുള്ള സ്ഥലം. അപ്പൊ അങ്ങനെ മടക്കം കൂട്ടി വരുമ്പോഴേക്കും ഇങ്ങോട്ടേക്ക് 10 കിലോമീറ്റർ നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് 220 രൂപ ട്രിപ്പായിരുന്നു ഈ ഒരു ട്രിപ്പ്. അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറാണ്. 500 റുപ്യ ആയിരുന്നു. ഇപ്പൊ നമ്മള് 720 റുപ്യ ആ റേഞ്ചിൽ എത്തിയിട്ട. 700 റുപ്യ ഇപ്പൊ നമ്മൾ കൊണ്ടുവന്ന് വിട്ട ആള്. പിന്നെ നമുക്ക് ഞാൻ മൂപ്പരോട് പറഞ്ഞാണ് 10 കിലോമീറ്റർ ആണ്. അതിനുള്ള നിങ്ങൾ പറഞ്ഞത് വാടക പറഞ്ഞു 200 റുപ്യ എന്നുള്ള പറഞ്ഞ. ഓട്ടോ ഡ്രൈവർ തന്നെയാണ്, പാവണം. നമ്മളെ പോലെ തന്നെ, എന്നെ പോലത്തെ ഒരാൾ. അപ്പൊ പിന്നെ മൂപ്പര് ഇപ്പൊ പണി കയറി വരിക. ഓട്ടം ഇല്ലാത്തതുകൊണ്ട് പണിക്ക് പോയതാണ്, പണിക്ക് പോക്കാണെന്നൊക്കെ പറഞ്ഞു. ഒരു തോടിന്റെ പാലം, നല്ല മനോഹരമായിട്ടുള്ള തോടാട്ടാ. നമുക്കൊന്ന് അക്കരെ കൊണ്ടുപോയി നിർത്തിയിട്ടൊന്ന് കണ്ടാലോ തോട്. ചെറിയൊരു പാലമാണ്, നല്ല രസമാണ് കാണാം. എനിക്ക് വണ്ടി ഇറക്കാനൊക്കെ പറ്റും. ഇറക്കാനുള്ള ഗ്യാപ്പൊക്കെ ഉണ്ട്, ചാടിക്കാതെ ഇറക്കാം. അയ്യോ 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 അയ്യോ. പോരൂർ ഗ്രാമപഞ്ചായത്ത്. നമ്മളിപ്പോൾ പോരൂർ ഗ്രാമപഞ്ചായത്തിൽ, മറ്റേ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലായിരുന്നു. അവിടെ പാത്തിട്ട് കണ്ട, പാത്തിടാന്ന് പറയുമ്പോഴേക്ക് കെട്ട് വെച്ചേക്കാണ് വെള്ളം. മേലേക്ക് കൃഷി കിട്ടുക. നല്ല മീനുണ്ട് തോന്നുന്നു കേട്ടോ. പക്ഷെ ഇവിടെ മീൻ പിടുത്തം പരിപാടിയൊന്നും കാണാനില്ല. കുളിക്കടവാണ്, ആളുകൾ കുളിക്കാനൊക്കെ വരാറുണ്ടാവും. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. അവിടെ റബ്ബറും തോട്ടം. ആഹാ, നല്ല മരങ്ങളൊക്കെ ആയിട്ട്. ഇങ്ങനെ റബ്ബർ തന്നെ കേട്ടോ. പക്ഷേങ്കിൽ വെള്ളത്തിൽ മരങ്ങളുണ്ടെങ്കിൽ വെള്ളം കുടിക്കാൻ ഞാൻ എന്തായിരിക്കും അല്ലേ. നല്ല വെള്ളത്തിലുണ്ടോ, നല്ല മീനും പിടിക്കാം. കൊള്ളാം അല്ലേ. താഴെ ഭാഗത്തെ വെള്ളം കൂടി കണ്ടാലോ. താഴെ ഭാഗത്തെ വെള്ളം ചെളി 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 ചെളി, വെള്ളമില്ല. താഴെ ഭാഗത്തേക്ക് വെള്ളമില്ല. അത്തിപ്പായത്തിന് മരമാണത്, അത്തിമരം. പക്ഷേങ്കിൽ അത്തിപ്പായ ഉണ്ടാവുമേ, അതാണ് നാടനത്തി അധികാരം കഴിക്കാറില്ല. കൊള്ളാം, പാലം കൊള്ളാം അല്ലേ. നല്ല മീനുണ്ടാവും. പക്ഷെ ഇവിടെ ആരും മീനൊന്നും പിടിക്കില്ലേ, എന്താ അവസ്ഥ അറിയില്ല. അവിടെ ഉണ്ട് ചെറിയൊരു പടി ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. പിന്നെ തോട്ടിലാണ് ഈ കാണുന്ന മരങ്ങളൊക്കെ. ഇത് കാക്കത്തോടാവാനാണ് സാധ്യത. കാക്കത്തോട് തന്നെ ആയിരിക്കാം. ഏതായാലും പോവാം നമുക്ക്. നമ്മുടെ ഈ കോട്ടത്തൂർന്ന് ഞാൻ ആദ്യമായിട്ടാട്ടോ ഇതുവഴി വന്ന് ഈ ഒരു പാലൊക്കെ കാണുന്നത്. ആദ്യമായിട്ടാ സത്യം. ചെങ്ങൈമാരെ കളി ഇരുട്ടിലായിട്ടാ, ഇരുട്ടത്തക്ക കളിയായി. അപ്പോൾ പിന്നെ ഒരു ലോക്കൽ കിട്ടിയിട്ടുണ്ട്. ഒരു ലോക്കൽ കിട്ടാറുണ്ട്. എൻ്റെ ഫ്രണ്ട് ഗൾഫിലാണ്. അപ്പോൾ അവൻ്റെ ഉമ്മാക്ക് കുറച്ച് പൈസ അയച്ചാറുണ്ട്. അപ്പം എൻ്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസ ഇട്ടാറുണ്ട്. അപ്പോൾ അതൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കൊണ്ടു കൊടുക്കണം. അതിന് അവന് ഒരു ചെറിയൊരു വാടക നമുക്ക് തന്നു. അങ്ങനെ നമ്മളിപ്പോൾ 800 രൂപ റൗണ്ട് ഫിഗറിൽ നിൽക്കുകയാണ്.
റൗണ്ട് ഫിഗർ 800 രൂപയിൽ നിൽക്കുവാണ് കേട്ടാ. ഇതിനൊന്നും നമ്മൾ വാടക ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞാലും അവന്മാരത് തരും. ചെങ്ങന്മാരിപ്പോ സമയം എന്ന് പറയുന്നത് 8 മണി. ഇപ്പോഴും നമ്മൾ ഓട്ടത്തിലാണ്. ഞങ്ങളുടെ ഇവിടെ അടുത്ത് പത്തിരിയാൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതായത് നമുക്ക് വണ്ടൂരിൽ നിന്ന് വരുമ്പോഴേക്ക് എനിക്കിപ്പോ ഞാൻ പോയവിടത്തേക്ക് ഏതാണ്ട് ഒരു 11 കിലോമീറ്റർ റേഞ്ചിക്കാണ് വരുന്നത്. ഒരു 240 റുപ്യ 250 റുപ്യ റേഞ്ച്. ഇത് 240 ഉള്ളൂ. അപ്പൊ അത് കിട്ടി. അങ്ങനെയെങ്കിൽ നമ്മളിപ്പോ 800 റുപ്യക്ക് നമ്മൾ ഓടിയിരുന്നത് 1040 രൂപയ്ക്ക് നമ്മളിപ്പോ ഓടിയിട്ടാ. 1040 രൂപയ്ക്ക് നമ്മളിന്ന് ഓടി നിൽക്കുവാണ്. ഇനി വണ്ടൂരെത്തുക. ഇനി ഓട്ടത്തിന്റെ പരിപാടി ഇല്ല. പറ്റുകയാണെങ്കിൽ വണ്ടി ഒന്ന് കഴുകാനുണ്ട്, നോക്കട്ടെ. അപ്പോൾ കറക്റ്റ് ഒരു 9 മണിയായപ്പോഴേന് വീട്ടിൽ കയറിയിട്ടുണ്ട്. എന്താ പറയുക, ആരെയൊന്നും ഈ ചൂടായതുകൊണ്ട് ഡ്രസ്സ് നടാതെ നിൽക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ പിന്നെ പറഞ്ഞ പോലെ ഞാൻ ഓടിയത് അത്ര തന്നെ ഉള്ളൂ, പിന്നെ ഒന്നും ഇല്ല. വണ്ടി കൊണ്ടുവന്ന് നിർത്തിക്കണം. ഇനി നാളെ രാവിലെയാണ് ബാക്കി പരിപാടികൾ. ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര, ഗുഡ് നൈറ്റ്, ഓക്കെ ബൈ.